നമസ്കാരം. ഭാരതത്തിന്റെ ആഭ്യന്തര ഭൂപടത്തിൽ നിന്ന് അശാന്തിയുടെ വിത്തുകൾ പാകിയിരിക്കുന്ന നക്സലിസം എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത മാസം അവസാനത്തോടെ രാജ്യം നക്സൽ മുക്തമാകുമെന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെ അന്തിമ ഫലമാണ്. പണ്ട് കാലത്ത് പത്രങ്ങളിൽ വന്നിരുന്ന വാർത്തകൾ ഓർത്തു നോക്കൂ. നക്സൽ ആക്രമണത്തിൽ ജവാന്മാർ വീരമൃത്യു വരിക്കുന്നു, ഉൾഗ്രാമങ്ങളിൽ വികസനം തടയപ്പെടുന്നു, പാവപ്പെട്ട ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ആയുധമെടുപ്പിക്കുന്നു. വർഷങ്ങളോളം കേന്ദ്രം ഭരിച്ചവർ ഇത് കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ ഈ നയത്തിൽ മാറ്റം വന്നു. അമിത്ഷാ ആഭ്യന്തര വകുപ്പിന്റെ അമരത്തെത്തിയതോടെ സീറോ ടോളറൻസ്, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെന്ന നയം കർശനമായി നടപ്പിലാക്കി. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ രാഷ്ട്രീയം കലർത്താതെ ശത്രുവിന്റെ മടയിൽ ചെന്ന് നേരിടാനുള്ള ചങ്കൂറ്റം BJP സർക്കാർ കാണിച്ചു. നക്സലിസത്തെ അടിച്ചമർത്താൻ തോക്കുകൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് BJP സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് ഇരട്ട തന്ത്രമാണ്. ഒരു വശത്ത് സൈനികമായ കരുത്ത് കാട്ടുമ്പോൾ മറുവശത്ത് വികസനത്തിന്റെ വെളിച്ചമെത്തിച്ചു. വർഷങ്ങളായി വഴി പോലും ഇല്ലാതിരുന്ന ബസ്തറിലും ദണ്ഡേവാഡയിലും ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ BJP സർക്കാർ നിർമ്മിച്ചു. ഉൾഗ്രാമങ്ങളിൽ പോലും മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. ഇതോടെ നക്സലുകളുടെ ആശയവിനിമയ ശൃംഖല തകരുകയും ജനങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടുകയും ചെയ്തു. മോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയതോടെ ഇടനിലക്കാരും തീവ്രവാദികളും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നത് അവസാനിച്ചു. നക്സലിസത്തിന് വിദേശത്തു നിന്നും രാജ്യത്തിനകത്തുമുള്ള ചില അർബൻ നക്സലുകളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തടയാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ വിജയം. അവരുടെ ഫണ്ടിംഗ് സോഴ്സുകൾ കേന്ദ്ര സർക്കാർ ഓരോന്നായി തകർത്തു. പണ്ട് കാട്ടിൽ ഒളിച്ചിരുന്ന് ആക്രമിച്ചിരുന്നവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഡ്രോണുകളും അത്യാധുനിക സർവൈലൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ച് സേന ഇന്ന് ഓരോ നീക്കവും നിരീക്ഷിക്കുന്നു. അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കൈകളിൽ ഭാരതത്തിന്റെ സുരക്ഷ ഭദ്രമാണെന്ന് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും വിശ്വസിക്കുന്നു. കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തുമാറ്റിയതുപോലെ അസാധ്യമാണെന്ന് കരുതിയ പലതും യാഥാർത്ഥ്യമാക്കിയ പാരമ്പര്യമാണ് BJP സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ നക്സലിസത്തിന് അന്ത്യം കുറിക്കും എന്ന് അമിത്ഷാ പറയുമ്പോൾ അതിൽ സംശയത്തിനിടമില്ല. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ മണ്ണിൽ ഇടമുണ്ടാവില്ല എന്ന ശക്തമായ സന്ദേശമാണ് BJP നൽകുന്നത്. കോൺഗ്രസ് കാലത്ത് നാം കണ്ട ഭീരുത്വത്തിന്റെ രാഷ്ട്രീയമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. അടിക്കണമെങ്കിൽ തിരിച്ചടിക്കാനും സംരക്ഷിക്കണമെങ്കിൽ കവചമാകാനും അറിയുന്ന ഒരു ഭരണകൂടം നമുക്കുണ്ട്. നക്സൽ മുക്ത ഭാരതം എന്നത് വികസിത ഭാരതത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. അമിത്ഷാ എന്ന ഉരുക്കുമനുഷ്യന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഓരോ ഭാരതീയന്റെയും വിജയമായി മാറും. വരാനിരിക്കുന്ന മാസം ഭാരതത്തിന്റെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടും. ആഭ്യന്തര ശത്രുക്കളെ വേരോടെ പിഴുതെറിഞ്ഞ BJP സർക്കാരിന്റെ വീര ഇതിഹാസമായി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.